നമ്മളൊരു 6 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം ഞാനൊരു നല്ല ഡ്യൂട്ടി, കാരണം എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഫാമിലിയിൽ ഫീൽ ചെയ്യും. ആ ഫീലിംഗ് നമ്മുടെ മൊത്തത്തിൽ ശരീരത്തിലും നമ്മുടെ മനസ്സിലും സംസാരത്തിലും എല്ലാത്തിലും ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. സാറിന് ഇപ്പോൾ എത്ര മണിക്കൂർ ഡ്യൂട്ടി ഇവിടെ? 6 മണിക്കൂർ, ട്രാഫിക് 6 മണിക്കൂർ. 6 മണിക്കൂർ കണ്ടിന്യൂ ഡ്യൂട്ടി. കണ്ടിന്യൂ എന്ന് പറയാൻ പറ്റില്ല, ചില സമയങ്ങളിൽ ഫ്രീ ആവും. ഈ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, ഇത് പൊട്ടൻ തെരുവ് എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര്. കാരണം ഇത് പ്ലസ് അല്ല, എക്സ് ജംഗ്ഷനാണ്. ചില സമയത്ത് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ അതൊരു ഡാൻസ് പോലെ ആവണമെന്നാണ് പറയണത്. രണ്ടുമൂന്ന് സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? വണ്ടി ഉള്ളപ്പോൾ കറക്റ്റ് ആയിട്ട് പറ്റുമോ? അല്ലാണ്ട് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂല. എന്താ അവിടെ ചെന്ന് നമ്മൾ നിന്ന് കഴിയുമ്പോൾ വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇത്രയും സമയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടിരിക്കുമ്പോൾ ക്ഷീണം രസമല്ലേ? കാരണം നല്ല രസമാണ് അത് ചെയ്യുമ്പോൾ. അതും പൊരി വെയിൽ കേട്ടോ, മരം പോലും നല്ല രസമാണ് അത്. അതിന്റെ ഒരു പ്രത്യേകത അതാണ്. ഭയങ്കര എൻജോയ് ചെയ്താണ് സാർ. എൻജോയ്, കാരണം നമുക്ക് ആ ഒരു ഭയങ്കര എന്താ പറയണ, അതിനകത്തൊരു പ്രത്യേക രസം കിട്ടുന്നത്. സാറിന്റെ വീട് എവിടെ ശരിക്കും? എൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെ, കൂട്ടുകാടാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെൻ്റെ മോളും ഭാര്യയും. മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ അവളുടെ കൂട്ടുകാരികളൊക്കെ പറയേ, എടി ഞങ്ങളിന്ന് പറൂർ പോയപ്പോൾ നിന്റെ അപ്പ കടന്ന് ഡാൻസ് കളിക്കണുണ്ടെന്ന്. അപ്പൊ അവള് പറയും, എടി അത് ഡാൻസ് കളിക്കണല്ല, അപ്പൊ ട്രാഫിക് ഡ്യൂട്ടി തന്നെയാണ്, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞിട്ട്. ജീവിതത്തില് ഭയങ്കര ഒരു ഭാഗ്യമാണ് എനിക്ക് ഇത് ഇങ്ങനൊരു യൂണിഫോം ഇട്ട് ഇങ്ങനൊരു ഡ്യൂട്ടി ചെയ്യാൻ കിട്ടിയത്. കാരണം ഇത് ജനങ്ങളിൽ എന്താ പറയണ, നമ്മളൊരു പൊതു സമ്മതനായി മാറി. ഇതിപ്പോ സാറിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര ഹാപ്പി അല്ലേ? തോമസ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കണ്ടെന്ന് പറയാം, സിഗ്നൽ പോലും വേണ്ട. മലയാളികൾക്ക് ഗതാഗത സംസ്കാരം ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള തലമുറക്ക് ഒരു 5ാം ക്ലാസ് മുതൽ നമ്മൾ പാഠപുസ്തകത്തിൽ മാസത്തിൽ ഒരു പീരീഡെങ്കിലും നമ്മൾ ഈ ഗതാഗത സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇനി വരും തലമുറ നമ്മൾ ഈ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. കാരണം നമ്മളിപ്പോൾ സൗദി അറേബ്യ പോയി കഴിഞ്ഞാലും നമ്മൾ കേൾക്കണത് മലയാളി വണ്ടി ഇടിച്ച് മരിച്ചെന്നാണ്. അവിടെ അറബി മരിച്ചത് നമ്മൾ കേൾക്കാറില്ല. അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും സായിപ്പ് വണ്ടി ഇടിച്ച് മരിക്കണമല്ല, മലയാളിയാണ് വണ്ടി ഇടിച്ച് മരിക്കണത്. അപ്പോൾ നമ്മുടെ ഗതാഗത സംസ്കാരം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന യുവതലമുറയെ നമുക്ക് ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. അതായത് വണ്ടിക്കാരുടെ ധൃതിയാണോ ഏറ്റവും കൂടുതൽ? ധൃതി ഒന്നും സമയമില്ല. നമുക്ക് മലയാളികൾക്ക് സമയമില്ല. 24 മണിക്കൂർ പോരാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയക്കുറവിൻ്റെ മൂലം നമ്മൾ പെട്ടെന്ന് എത്തിപ്പെടാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ്. കാരണം നമ്മൾ 1980കളിൽ 2 ലക്ഷം വണ്ടി ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 2023 അത് 1,60,00,000 വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ റോഡ് 1980 റോഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വണ്ടികളെ താങ്ങാനുള്ള കപ്പാസിറ്റി റോഡിനില്ല. അതാണ് അപകടങ്ങൾ കൂടുതൽ, അല്ലാണ്ട് ആരെയും കുറ്റമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നമുക്കൊരു സംസ്കാരം, ഗതാഗത സംസ്കാരം, നമ്മൾ റോട്ടിൽ കൂടി എങ്ങനെ വണ്ടി ഓടിക്കണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, മറ്റുള്ള വണ്ടിക്കാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ചെടുക്കണം. അതാണ് വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ സാറ് താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.